അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വിശുദ്ധ ഖുർആൻ സ്വന്തം കൈപ്പടയിൽ എഴുതി പ്രശസ്തനായ ഭരണാധികാരിയാണ് മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബ് ചക്രവർത്തി. ഔറംഗസേബ് ഒരു മികച്ച കാലിഗ്രാഫറാണ്. മികച്ച ഭരണാധികാരിക്കപ്പുറം നല്ലൊരു കാലിഗ്രാഫറാണ് ഔറംഗസേബ്. മഹാനവറുകൾ സ്വന്തം കൈകൊണ്ട് തയ്യാറാക്കിയ ചില വിശുദ്ധ ഖുർആൻ കോപ്പികൾ മക്കയിലേക്കും മദീനയിലേക്കും സംഭാവനയായി അയച്ചിരുന്നു. മാത്രമല്ല, അതിലെ ചില കോപ്പികൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മ്യൂസിയങ്ങളിലും ദാറുൽ ഉലൂം ആലംഗിരി മദ്രസ പോലുള്ള സ്ഥാപനങ്ങളിലും ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. സ്വർണവും വില കൂടിയ മഷിയും ഉപയോഗിച്ച് അതിമനോഹരമായ കാലിഗ്രാഫിയിലാണ് ഈ വിശുദ്ധ ഖുർആനിൻ്റെ കോപ്പികൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഔറംഗസേബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മുഗൾ ഭരണകാലഘട്ടത്തിൽ പുതിയ പരിഷ്കരണങ്ങളും അഴിമതിരഹിത ഭരണവും കാഴ്ചവെച്ച ഭരണാധികാരിയാണ് ഔറംഗസേബ് ചക്രവർത്തി. ധൂർത്തിനും ആർഭാടത്തിനും എതിരെ നിലകൊണ്ട ഭരണാധികാരിയാണ് അദ്ദേഹം. അള്ളാഹുവിനെ കൂടുതൽ ഭയപ്പെടുന്ന കാര്യത്തിലും പ്രജകളുടെ ക്ഷേമപ്രവർത്തനങ്ങളിലും അദ്ദേഹം കൂടുതൽ ശ്രദ്ധിച്ചിരുന്നു. ഔറംഗസേബ് ജനിക്കുന്നത് 1618 മുഗൾ സാമ്രാജ്യത്തിലെ 6ാമത്തെ ചക്രവർത്തിയാണ് ഔറംഗസേബ്. 49 വർഷമാണ് അദ്ദേഹം ഇന്ത്യ ഭരിച്ചത്. 1618 നവംബർ 3 ഷാജഹാൻ ചക്രവർത്തിയുടെയും മുംതാസിൻ്റെയും 3ാമത്തെ മകനായി ഔറംഗസേബ് ജനിക്കുന്നത്. ചെറുപ്പകാലത്ത് തന്നെ മികച്ച ഭരണാധികാരിയും സൈന്യാധിപനുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുള്ള ഭരണശൈലികൾ മറ്റു ഭരണാധികാരികൾ മാതൃകയാക്കാറുണ്ട്. 1707 മാർച്ച് 3 ഔറംഗസേബ് ഈ ലോകത്തോട് വിട പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കരണങ്ങൾ അന്നത്തെ കാലത്തെ ജനങ്ങൾക്ക് വളരെ ആശ്വാസമായിരുന്നു. ആഡംബരങ്ങളോട് ഒട്ടും താല്പര്യമില്ലാത്ത ഭരണാധികാരിയാണ് അദ്ദേഹം. ലളിതമായ ജീവിതം നയിച്ച ഭരണാധികാരിയാണ് ഔറംഗസേബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.